പ്രകമ്പനം കണ്ടു. ട്രസ്റ്റ് മീ ഗസ്, ഈ പടം നിങ്ങളെ ഒരിക്കലും തിയേറ്ററിൽ നിരാശപ്പെടുത്തില്ല. എനിക്ക് തോന്നിയത് രോമാഞ്ചത്തിന് ശേഷം ഇത്ര എന്റർടൈനിങ് ആയിട്ട് ഞാൻ തിയേറ്ററിൽ ഇരുന്ന് കണ്ട വേറൊരു സിനിമ ഇല്ല എന്നാണ്. രോമാഞ്ചത്തിന് ശേഷം അതേ ഒരു ടെംപ്ലേറ്റിൽ ഒരു യൂത്ത് വൈബ് പിടിച്ചിട്ടുള്ള ഒരു കോമഡി ഹൊറർ പടമാണ് പ്രകമ്പനം. വിജേഷ് പനത്തൂർ ഡയറക്ഷൻ ചെയ്ത, ശ്രീഹരി വടക്കൻ തിരക്കഥ എഴുതി, ആൽബി ക്യാമറ ചലിപ്പിച്ച, ബിബിൻ അശോക് മ്യൂസിക് കൊടുത്ത, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അടിച്ച് കസറിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. തീർച്ചയായിട്ടും തിയേറ്ററിൽ മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു യൂത്ത്ഫുൾ പടമാണ് പ്രകമ്പനം. ഇതിൽ എടുത്തു പറയേണ്ട ആ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ സാഗർ സൂര്യ. ഗിരിയേട്ടാ എന്തോടാ സെറ്റപ്പ് ഗിരിയേട്ടാ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആ ഒരു സിനിമയ്ക്ക് ശേഷം, പണി എന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹത്തിനെ കൊണ്ട് ഈ ഒരു ഡയലോഗ് ആയിരുന്നു പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, മേബി ഇനിയും നല്ല നല്ല ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാലായിരിക്കും ഈ ഒരു ആ ക്യാരക്ടറിന്റെ ഷാഡോയിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്ത് കടക്കാൻ പറ്റുകയെന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരമാണ് സാഗർ സൂര്യ ഈ സിനിമയിൽ അവതരിപ്പിച്ച ആ കഥാപാത്രം. അത് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, ഏറ്റവും എന്റർടൈനിങ് ആയിട്ട് വന്നിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഹൊറർ പൊസഷൻ സീൻസിലൊക്കെ അദ്ദേഹത്തിന് വരുന്ന ആ മാറ്റങ്ങൾ കിടിലനായിട്ട് സ്ക്രീനിൽ അവതരിപ്പിക്കാൻ സാഗർ സൂര്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. അതും ആ ഒരു കോളേജ് വൈബിൽ, ഹോസ്റ്റൽ വൈബിൽ ഇത്തരത്തിലുള്ള ഒരു പ്രേതത്തിന്റെ എലമെന്റ് കടന്നു വരുന്ന ആ സമയത്ത് ഉണ്ടാവുന്ന എല്ലാ ഫണ്ണും വളരെ മനോഹരമായിട്ട് ഒപ്പിയെടുക്കാൻ ഈ സിനിമയുടെ ക്രൂ സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതായിരുന്നു നമ്മുടെ പല്ലി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, അതിലുണ്ടായിരുന്നു ഒരു കണ്ണൂർക്കാരൻ. അദ്ദേഹത്തിന് ഇതിലൊരു നല്ല റോള് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം വരുന്ന സമയത്തിന് നമുക്ക് ചിരി പൊട്ടുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ആ ഡയലോഗ് പ്രസന്റേഷനും ആ ടൈമിങ്ങും എല്ലാം വന്നിട്ടുള്ളത്. ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ ഗണപതിയും അമീനും അവർ തമ്മിലുള്ള കോമ്പിനേഷനാണ് സാഗർ സൂര്യയെ പോലെ തന്നെ ഈ സിനിമയിലെ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ആ മറ്റൊരു ഘടകം. ഈ മൂന്ന് പേരുടെ ഗ്യാങ്ങിലേക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഹൊറർ എലമെന്റ് വരുന്ന ഒരു കഥാപാത്രം ഇൻവോൾവ് ആവുന്നതാണ് കഥയുടെ പ്രധാന കഥ തന്തു വരുന്നത്. അത് വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട് തന്നെയാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ സാഗർ സൂര്യന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പൊസഷൻ സമയത്ത് അദ്ദേഹത്തിനാണ് ഇതിൽ ആ ഒരു ചേഞ്ചസ് വരുന്നത്. പ്രേതം വരുന്ന സമയത്ത് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, ആ ക്യാരക്ടറിന് വരുന്ന വ്യത്യാസം, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആളുടെ പ്രേതമാണ് ഇദ്ദേഹത്തിനെ കൂടിയിട്ടുള്ളത്, ആ ഒരു ക്യാരക്ടറിന്റെ അതേ മാനറിസങ്ങളെല്ലാം റീക്രിയേറ്റ് ചെയ്യുന്നതും അതിന്റെ ആ ക്യാരക്ടറിന്റെ ആ നടത്തവും ഡയലോഗ് പ്രസന്റേഷനും ആ വാക്കുകളുടെ ഉച്ചാരണം എല്ലാം മാറ്റി നോട്ടം കൊണ്ട് പോലും ആ ഒരു ക്യാരക്ടറായി മാറുന്ന തരത്തിൽ തന്നെയായിരുന്നു സാഗർ സൂര്യയുടെ പ്രകടനം സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നത്. സാഗർ സൂര്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഴിഞ്ഞാടി തന്നെ പറയേണ്ടി വരും. പിന്നെ ബിബിൻ അശോകന്റെ മ്യൂസിക്, നമ്മുടെ പഴയ കാലത്തെ കുറെ റീൽസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ പഴയ ആ ഒരു ഭക്തിഗാനം ഉണ്ടായിരുന്നല്ലോ, അമ്മേ നാരായണ എന്ന് പറഞ്ഞ ആ ഭക്തിഗാനത്തിന്റെ ഒരു റീമിക്സ് വേർഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ ക്യാരക്ടറിന് അത്തരത്തിലുള്ള ഒരു BGM കൊടുക്കാനുള്ള റീസൺസ് ഒക്കെ എന്താണെന്ന് സിനിമ കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. ആ ഒരു BGM കാരണം സിനിമയുടെ ക്ലൈമാക്സ് സീനിലോട്ട് അടുക്കുന്ന സമയത്ത് ആ ക്ലൈമാക്സ് ഫൈറ്റിനൊക്കെ കിട്ടുന്ന ഒരു ബൂസ്റ്റ് ഉണ്ട്. അത് നന്നായിട്ട് വർക്കൗട്ട് ആവാൻ കാരണമായിട്ടുള്ളത് ബിബിൻ അശോകന്റെ ഈ സോങ് പ്ലേസ്മെന്റും അതുപോലെ തന്നെ ആ സോങ്ങിൽ വരുത്തിയിട്ടുള്ള ആ വേരിയേഷനും കൊണ്ടുകൂടിയാണെന്നാണ് എനിക്ക് തോന്നിയത്. ആ സോങ് ആലപിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു വിജയലക്ഷ്മിയാണെന്ന്, വൈക്കം വിജയലക്ഷ്മിയാണെന്നാണ്. അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ സീനിന്റെ മൊത്തം ഗൂസ് ബമ്പ് തരുന്ന തരത്തിലാണ് ആ ക്ലൈമാക്സ് സീക്വൻസിലോട്ട് മുമ്പേ ഉള്ള ആ ഒരു ഫൈറ്റ് വന്നിട്ടുള്ളത്. ആ ക്ലൈമാക്സ് സെഷൻ നടക്കുന്നത് മൊത്തം ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ്. അവിടെയാണ് നമ്മുടെ രാജേഷ് മാധവന്റെ ക്യാരക്ടർ വരുന്നത്. എക്സോസിസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. പെർഫെക്റ്റ് കാസ്റ്റ് ആയിട്ട് തോന്നി. കാരണം ആ വ്യക്തി ചെയ്യുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ ആ ഭൂതകാലം, അദ്ദേഹത്തിന്റെ ജോബിന്റെ നേച്ചർ എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു ക്ലൈമാക്സിന്റെ സമയത്തുള്ള ആ ഒരു കെട്ടിടത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഫീലാണ് സീൻസ് കാണുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ അവര് ജംപ് സ്കെയറിനെക്കാട്ടി മെയിൻ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള പേടിപ്പിക്കാൻ, കോമഡി ഹൊറർ ആണെങ്കിൽ തന്നെ ആ ഹൊറർ എലമെന്റ് അതിൽ വരുന്ന ഒരു ക്രീപ്പിനെസ് ഉണ്ടല്ലോ, അത് മെയിൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഒരുപാട് മിറർ ഷോട്ട്സ് ആണ്. റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള മിറർ ഷോട്ട്സ്
വരുന്നുണ്ടെങ്കിൽ കൂടി അത് കോർത്തിണക്കിയിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ എന്റർടൈനിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആ ക്ലൈമാക്സിലുള്ള ആ പോർഷനിൽ മൾട്ടിപ്പിൾ ടൈംസ് ഒരേ രീതിയിലുള്ള കാര്യം തന്നെയാണ് കാണിക്കുന്നത്. മിറർ ഷോട്ട് കാണിക്കുന്നു, റിയാക്ഷൻ കാണിക്കുന്നു, പ്രധാന കഥാപാത്രങ്ങളുടെ റിയാക്ഷൻ കാണിക്കുന്നു. അത് ഓരോ കഥാപാത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ആ റിയാക്ഷൻ കറക്റ്റ് ബ്ലെൻഡായി വരുന്ന സമയത്ത് ചിരി വീഴേണ്ടടുത്ത് വീഴുന്നുണ്ട്, എന്നാൽ നമുക്ക് പേടി തോന്നേണ്ടടുത്ത് പേടി തോന്നുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു മേക്കിംഗ് ആണ് ആ ക്ലൈമാക്സ് സെഷനിലെ ആ കവോട്ടിക് സീൻസ് എല്ലാം എടുത്തു വെച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിർബന്ധമായിട്ടും തിയേറ്ററിൽ മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള ഹൊറർ കോമഡി മൂവിയാണ് പ്രകമ്പനം. ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.